ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മടി പിടിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? എല്ലാ ദിവസവും ഒരേ ജോലി, ഒരേ സ്ഥലം, ഒരേ ആൾക്കാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ആവർത്തന വിരസത കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും, മടി തോന്നും. ഇന്ന് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റൊക്കെ നമ്മൾ കുളമാക്കും. ഇത് ഈശോയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ബൈബിളിൽ 10 കന്യകമാരുടെ ഉപമ, ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ, കുഴിച്ചിട്ട നാണയത്തിൻ്റെ ഉപമ, ഇതിലൂടെയെല്ലാം ഈശോ പറയുന്നുണ്ട് മടി പിടിച്ചാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച്. ആക്ച്വലി നമ്മൾ മടി പിടിക്കുന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ശാരീരികമായും മാനസികമായും ഭൗതികമായും നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് മടി തോന്നും. ശാരീരികമായി മാനസികമായി നമ്മൾ തളരുമ്പോൾ ടി വിയുടെയോ മൊബൈലിൻ്റെ മുന്നിലിരിക്കാതെ തമ്പുരാൻ്റെ മുന്നിലിരുന്ന് ഈശോയെ ഞാൻ മടുത്തുവിട്ടോ എന്ന് പറയാം. ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പോൾ ഈശോയുടെ മുന്നിലിരുന്ന് നമുക്ക് റീചാർജ് ആവാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു നല്ല വാക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളും കുറവുകളും മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ മടുക്കും, ഇതൊക്കെ ഇട്ടേച്ച് പോകാൻ തോന്നും. പക്ഷേ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്താലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവിൻ, നിങ്ങൾക്ക് പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന്. നമുക്ക് മടിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഈശോനെ മാതൃകയാക്കാം. 12-ാം വയസ്സിൽ ഈശോനെ ദേവാലയത്തിൽ കാണുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. എന്നെ പിതാവ് ഏൽപ്പിച്ചതെല്ലാം ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. 33-ാമത്തെ വയസ്സിൽ ഈശോ മരിക്കുമ്പോൾ, കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ അവസാനം കിടക്കാൻ പോകുമ്പോൾ നമുക്കും ഇത് പറയാൻ സാധിക്കണം, എൻ്റെ ഈശോ എന്നെ ഏൽപ്പിച്ചത് ഒരു മടിയും കൂടാതെ ചെയ്തു തീർത്തു എന്ന്. അധ്വാനിക്കാം, ആക്റ്റീവാകാം, ഈശോയെ പോലെ ആകാം.